ഡാനിയലച്ചൻ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ബൈബിളിന് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നു. ബൈബിൾ പഠിപ്പിക്കാൻ ഒരുപക്ഷെ കേരള സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്. എത്രയോ അനുഗ്രഹമാണ്. അച്ഛനിങ്ങനെ പലവട്ടം ബൈബിള് പഠിപ്പിച്ചു, പല ബാച്ചുകളായിട്ട് ഇങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കുന്നു, ആഴത്തിൽ വായിക്കുന്നു. ഡാനിയലച്ചൻ്റെ സുവിശേഷം എഴുതി കഴിഞ്ഞാൽ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ഫാദർ ഡാനിയൽ, ആ സുവിശേഷത്തിൽ ഈശോയെ പറ്റിയൊരു 4 വാചകം എഴുതാൻ പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ സമ്മറി? സത്യത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം യേശുവിനെ അറിയാൻ കഴിഞ്ഞു എന്നതാണ്. അതായത് ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ കർത്താവ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ. അതായത് ഇപ്പോൾ അച്ഛന് ഒരുപക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാവും. നമ്മൾ സർവൈവ് ചെയ്യുന്നത് യേശു എന്ന നാമം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതായത് നമ്മളെങ്ങനെയാണ് ഒരു ദിവസം കടക്കുന്നത് യേശു ഇല്ലെങ്കിൽ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ക്രിസ്തു എന്ന ഈ മഹാസമ്മാനത്തെ ഓർത്ത് എപ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ കേൾക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നുന്നത്, ദൈവമേ, ഈ ജീവിതത്തിൽ യേശുവിനേക്കാൾ വലുതായി ഒന്നും കിട്ടാനില്ല. ബെനഡിക്റ്റ് മാർപ്പാപ്പ യൂത്തിനോട് പറഞ്ഞൊരു വാചകമല്ലേ, യുവതി യുവാക്കന്മാരെ, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഒരു പേരും ഒരു മുഖവും ഒരു രൂപവുമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഞാൻ പറയുകയാണ്, ഈ ഈശോയ്ക്ക് മറ്റൊരു അപദാനത്തിൻ്റെ ആവശ്യമില്ല. ഈശോ എന്നൊരു 5 പ്രാവശ്യം എഴുതിയാൽ മതി. ഈ പ്രത്യേകിച്ച് ഈ ദൈവകരുണയെ പറ്റി അച്ഛൻ ഈ ദിവസങ്ങൾ കുറേ കരുണ തിരുനാളിന് വേണ്ടി ഒത്തിരി ഒരുക്കി. എനിക്കൊന്ന് ഒരുപാട് പേര് അതിൻ്റെ നൊവേരയ്ക്കും ചൊല്ലി പ്രാർത്ഥിച്ചു. അച്ഛൻ, ഞാൻ ആ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിച്ചത്. കരുണ അച്ഛൻ പറഞ്ഞു, മൊത്തത്തിൽ ഞാനിത് ബൈബിളെല്ലാം വായിച്ചു വന്നപ്പോൾ ദൈവ കരുണയെ പറ്റിയാണ്. ബൈബിള് മുഴുവൻ വായിച്ച് ഒടുവിൽ ഞാൻ ഓർക്കാറുണ്ട്, ഇപ്പം മൗണ്ട് കാർമൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ബ്ലെസ്സിങ്ങിന് പിതാവ് തന്ന ഡേറ്റ് പെട്ടെന്ന് പിതാവ് വിളിച്ചിട്ട് മാറ്റിയിട്ട് രണ്ടാമത് തന്ന ഡേറ്റ് ദൈവകരുണയുടെ തിരുനാളായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു അടുത്ത ഡെവലപ്മെൻറ്റ്, ബിൽഡിങ്ങൊക്കെ അടുത്ത താമസ സൗകര്യമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അത് കൂദാശ ചെയ്യപ്പെട്ടത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുനാളിനായിരുന്നു. അപ്പോൾ ഇങ്ങനെ റെക്കറിങ് ആയിട്ട് ആവർത്തിച്ച് കർത്താവ് നമുക്ക് ആ ദിവസത്തോടൊരടുപ്പം തന്നു. അത് അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഒത്തിരി ആഴത്തിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയ കാലത്ത് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഈ ബൈബിളിൻ്റെ മുഴുവൻ സന്ദേശത്തെയും ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാമെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവകരുണ. അതായത് ബൈബിൾ മുഴുവൻ പറയുന്നത് ഈ കാരുണ്യവാനായ ഒരു ദൈവം കരുണ അർഹിക്കാത്ത നമ്മളെ എങ്ങനെ രക്ഷിക്കാൻ തീരുമാനിച്ച് ആ രക്ഷാപദ്ധതി നടപ്പിലാക്കി എന്നുള്ളതാണ് ഈ ബൈബിളിൻ്റെ ഇതിവൃത്തം. അതായത് ഇത് അച്ഛനൊരു മീഡിയമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛനൊരു മീഡിയമാണ്. അതായത് ദൈവത്തിന് ഈ കാലത്തോട്, മുറിവേറ്റ മനുഷ്യരോട്, തകർന്നിരിക്കുന്നവരോട് ഒക്കെ സംസാരിക്കാനുള്ളത് ഇപ്പം ഞങ്ങളൊക്കെ വാക്കുകളിലൂടെ പറയുന്നു, അച്ഛൻ പാട്ടിലൂടെ പറയുന്നു. അപ്പോൾ വാക്കുകൾക്ക് സ്പർശിക്കാൻ പറ്റാത്ത ആഴത്തിൽ ചിലപ്പോൾ ഈ വരികൾക്ക് സ്പർശിക്കാൻ കഴിയും. ഞാൻ ചോദിക്കുകയാണ്, അച്ഛന് കൃത്യമായിട്ട് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാതെ ഇതൊന്നും വരില്ല. ഇതിങ്ങനെ റാൻഡമായിട്ട് അച്ഛന് കിട്ടുന്ന ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛൻ ഈശോയുടെ അടുത്ത് സമയം ചെലവഴിക്കുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ടാണിതെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, ഈ എന്താണ് അച്ഛൻ്റെ ഈശോയോടുള്ള ഒരു ബന്ധം? എന്നെ കുഴപ്പിച്ച് കളഞ്ഞതല്ലേ. പക്ഷെ വളരെ അച്ഛൻ ചോദ്യം ചോദിച്ചു എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു തലത്തിൽ അച്ഛൻ ചോദിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒറ്റപ്പെടുന്നത്, ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്താണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകണമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഈ 1 വർഷം മുമ്പ് ഒരു ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ്. ഒരു അപ്പന് 5 മക്കളുണ്ടെങ്കിൽ ഒരു മകനെ പ്രത്യേകം സ്നേഹിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ മാറ്റി നിർത്തും. അപ്പോൾ കുറേ നാളുകൾ അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും ഞാനിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ദൈവത്തിന് എന്നെ പേഴ്സണലി ഇങ്ങനെ മീറ്റ് ചെയ്യാൻ ഒരു അവസരം ദൈവം ഉണ്ടാക്കി എന്നുള്ളത് ഒരു ജീവിതയാത്രയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കർത്താവ് എന്നോട് ഭയങ്കര, ഇപ്പം എന്നോട് ഈശോ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത്, ഒരാൾ എൻ്റെ കൂടെ നിന്നിട്ട് പറയാം, നിനക്കിനി എന്താ വേണ്ടേ, എന്ത് വേണേലും ചെയ്യാൻ അത്രമേൽ സ്നേഹമുള്ള ഒരാൾ. എത്ര പറഞ്ഞാലും പാടിയാലും പാട്ടിൽ പറഞ്ഞ പോലെ പേരിടാൻ അറിയില്ല സ്നേഹമേ, ആരോടും തോന്നാൻ പ്രണയമേ എന്ന് പറഞ്ഞത്. ഒരു കാലത്ത് ഞാൻ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ഭിക്ഷ തിണ്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യകാലത്തെ പാട്ടിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് എഴുതണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എന്തിനാണ് ജന്മം എന്ന ചോദ്യം എൻ്റെ തോഴനായിന്ന് സ്നേഹമേകിണെന്ന പാട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. എന്നെ സ്നേഹിക്കില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അത്രയും ഒരു ശൂന്യത തന്നത് അത്രയും സ്നേഹം നിറയാനായിരുന്നു. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തോരം ആഴത്തിൽ മുറിവേറ്റവരാണോ, ഈ മണ്ണ്
ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തോട് കീറുമ്പോൾ മണ്ണിന് വേദനിക്കും. പിന്നെ അതിൽ കൂടെ വെള്ളം ഒഴുകി അവിടെ വാഴയെല്ലാം മുളച്ച് ഇങ്ങനെ മറ്റെല്ലാ പച്ചക്കറിയും വരുമ്പോൾ മണ്ണ് തോന്നും പണ്ട് കീറിയെങ്കിൽ എന്താ, ചുറ്റുപാട് ഇത്രയും ഇതായല്ലോ. വേദനയുടെ ചാലുകളെല്ലാം കൃപ ഒഴുകാനുള്ള വഴികളാണ്. നിങ്ങൾ എന്തോരം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടോ, എന്തോരം ആഴത്തിൽ നിങ്ങൾ പരിക്കേറ്റിട്ടുണ്ടോ, അതെല്ലാം കൃപ ഒഴുകാനുള്ള വഴികളാണ്. എനിക്ക് തോന്നുന്നു ആ കീറിയ വഴികൾ എനിക്ക് കൃപ ഒഴുകാനുള്ള വഴിയാക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു. കുറച്ച് വേദനിച്ചാൽ എന്താ, നമുക്ക് കർത്താവിനെ കിട്ടിയല്ലോ. അടുത്ത ഒരു പാട്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു പാട്ട് പണ്ട് നമ്മൾ കേട്ട് കരഞ്ഞു, ഇപ്പോഴും ആ പാട്ട് കേട്ട് കരയുന്നെങ്കിൽ നമ്മൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. വർഷങ്ങളായിട്ട് ഒരു പാട്ട് കേൾക്കുന്നു, അതുപോലെ ഇരുന്ന് കരയുന്നു, അത് നമ്മൾ സുഖപ്പെടാത്തതുകൊണ്ടാണ്. പക്ഷെ പണ്ടൊരു പാട്ട് കേട്ട് സങ്കടപ്പെട്ട ഒരാൾ ഇപ്പോൾ ആ പാട്ട് കേട്ടിട്ട് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് കരയുന്നെങ്കിൽ ഇറ്റ്സ് എ ഹീലിംഗ്. പണ്ടൊരു കാർമേഘം കണ്ടൊരു വ്യക്തി ഇന്ന് അത് പെയ്യാനിരിക്കുന്ന മഴയെന്ന് വിളിക്കുന്നതാണ് ഹീലിംഗ്. ഇപ്പോഴും കാർമേഘം കാണുന്നുണ്ട്. സോ വി കാൻ ചേഞ്ച് അവർ പാസ്റ്റ്, ബട്ട് വി ക്യാൻ ചേഞ്ച് ദ എക്സ്പ്ലനേഷൻ ഓഫ് അവർ പാസ്റ്റ് എന്ന് പറയും. പാസ്റ്റ് നമുക്ക് മാറ്റാമില്ല, അതിന് വ്യാഖ്യാനം നമുക്ക് മാറ്റാം. ഈ സ്നേഹമേകിരണമേ എന്നൊരു പാട്ടിൽ ഞാൻ എഴുതി, ആരും കാണാതെ ഞാൻ കരയുമ്പോഴെന്ന്. പക്ഷേ ഈശോ എന്നോട് പിന്നീട് ഒരു പാട്ടിൽ നീ ഒരിക്കലും ഇനി അങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരിക്കലും ഒറ്റയ്ക്ക് ഞാൻ കരഞ്ഞതില്ലെന്ന് എഴുതാൻ പറഞ്ഞു. അത് ഈ സ്നേഹം മാത്രം തന്നോനെ നീ എന്നുള്ളൊരു പാട്ടിൽ. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ഒരിക്കലും ഒറ്റയ്ക്കു ഞാൻ കരഞ്ഞതില്ല. സ്നേഹം
നേരത്തെ ഡാനിയലിസം പറഞ്ഞതുപോലെ നമ്മളെ വിശ്വസിക്കുന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരാണ്. ഒരു വ്യക്തിക്ക് മരിക്കാൻ കാരണമുണ്ടായിരിക്കെ ജീവിക്കാനുള്ള കാരണത്തിൻ്റെ പേരാണ് വിശ്വാസം. പലപ്പോഴും നമുക്ക് മരിച്ചു പോകാൻ തക്ക വിധമുള്ള സങ്കടങ്ങളൊക്കെ നമുക്കുണ്ട്. ഇനി മുന്നോട്ട് പോകില്ലെന്ന് തോന്നുന്ന അവസ്ഥകളുള്ളപ്പോഴും മുന്നോട്ട് പോകാനും ജീവിക്കാനുള്ള കാരണമാണ് വിശ്വാസം. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇത്രയെങ്കിലും ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നതും സംസാരിക്കുന്നതും ബുദ്ധിമുട്ടുകൾ മറികടന്നതൊക്കെ ഈശോ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എപ്പോഴും നമുക്ക് ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നല്ലതാണ്. ഓരോ ആരാധനയിലും ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ അവധിക്ക് ഇവിടെ വന്ന സമയത്ത് ബാംഗ്ലൂർ റിട്രീറ്റ് ഉണ്ടായിരുന്നു. അതിന് പോകേണ്ട തലേദിവസം ഞാൻ പനി പിടിച്ച് അങ്കമാലി LF ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റായി. വളരെ വൊമിറ്റിംഗ് അല്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. എൻ്റെ കൂടെയുള്ള ഇവരെല്ലാവരും അന്ന് ഫുൾ ഫ്ലൈറ്റിന് ബാംഗ്ലൂരിൽ പോയി. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാണ്. പിറ്റേന്ന് ഉച്ചയ്ക്ക് ധ്യാനം തുടങ്ങണം. ഡോക്ടർ എന്നോട് പറഞ്ഞു അച്ഛന് പോകാൻ പറ്റും തോന്നില്ല, അത്രയും ടയേർഡാണെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് രാവിലെ ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് ഞാൻ അങ്ങോട്ട് പോയി. ഉച്ചയ്ക്ക് അവിടെ സ്റ്റേജിൽ കയറിയ സമയം തൊട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. അന്ന് രാത്രി ഞാൻ ദിവികാരൻ ഈശോയെ കണ്ടപ്പോൾ ഇങ്ങനെ നേരെ നോക്കി ഈശോയോട് പറഞ്ഞതാണ്, ആരാധിക്കാനായി ഈ രാത്രി തന്നല്ലോ, ആരാധിക്കാനായി നാവ് തന്നല്ലോ, ആരാധിക്കാനായി പാട്ടും തന്നല്ലോ, ആരാധിക്കാനായി ശബ്ദം തന്നല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഈ രാത്രിയിൽ അങ്ങനെ ഓർക്കണം, നമുക്കിങ്ങനെ ഒരു ദിവസം തന്നില്ലേ ആരാധിക്കാൻ, നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ ദൈവം ഒരവസരം തന്നില്ലേ, നമുക്ക് ശബ്ദം തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ. അപ്പോൾ നമ്മളത് വെറുതെ പാട്ടായിട്ടല്ല, അത് ജീവിതമായിട്ട് തന്നെ ഹൃദയത്തിൽ നിന്ന് പാടണം. ഇവിടെ മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടെന്നറിയാം. അതുകൊണ്ട് ഈ പാട്ടിൽ ഒരു സ്റ്റാൻസിങ് തമിഴ് ഞാൻ എഴുതിയിട്ടുണ്ട്. തമിഴ് ശരിയാണെന്നറിയില്ല, എനിക്ക് തമിഴ് ഒട്ടും അറിയില്ല. പക്ഷേ ഞാനിങ്ങനെ വാക്കുകൾ തപ്പിയെടുത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ മറ്റ് ഉള്ളവരെ കൂടി മാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമുക്കത് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾക്കത് പെട്ടെന്ന് ഈ പാട്ടിൻ്റെ വരികൾ ഏറ്റുപാടാൻ പറ്റും. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ കൂപ്പി പിടിച്ച് ഇഷ്ടമുള്ള രീതിയിൽ പിടിക്കാം. നമുക്ക് സ്നേഹത്തോടെ നമുക്ക് ഈ പാട്ടിലേക്ക് ഹൃദയം തുറക്കാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് ആരാധിക്കാൻ ഒരുങ്ങാം. ഈശോയെ, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയാൻ പറ്റും? വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ ക്രമത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ പടം, ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ, ആരാധിക്കാനാ ഈ നാവു തന്നല്ലോ, ആരാധിക്കാനാ ഈ നാവു തന്നല്ലോ, ആരാധിക്കാനാ ഈ പാട്ടും തന്നല്ലോ, ആരാധിക്കാനാ ഈ പാട്ടും തന്നല്ലോ, ആരാധിക്കാനാ ഈ ശബ്ദം തന്നല്ലോ, നമുക്ക് ഒരുമിച്ച് പാടാം. ആരാധിക്കാൻ ഈ രാത്രി തന്നല്ലോ, ആരാധിക്കാൻ ഈ നാവ് തന്നല്ലോ, ആരാധിക്കാൻ ഈ പാട്ടും തന്നല്ലോ, ആരാധിക്കാൻ ഈ ശബ്ദം തന്നല്ലോ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. അങ്ങനെ പാടിക്കേ.
മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. നിങ്ങൾ തന്നെ പാടിക്കേ. ആരാധന ചെയ്യാ இந்த இதயம் தந்தீரே. பாடிக்கே. ആരാധന ചെയ്യാ இந்த இதயம் തന്നീരേ. ആരാധന ചെയ്യാ இந்த ജീവൻ തന്തീരേ. ആരാധന ചെയ്യാ இந்த ജീവൻ തന്നീരേ. ആരാധന ചെയ്യാ இந்த നെഞ്ചം തന്തീരേ. ആരാധന ചെയ്യാ இந்த നെഞ്ചം തന്നീരേ. ആരാധന ചെയ്യാ இந்த വിടുതலை തന്തീരേ. ആരാധന ചെയ്യാ இந்த വിടുതலை തന്നീരേ. പാടാം. ആരാധന ചെയ്യാ இந்த இதயம் തന്തീരേ. ആരാധന ചെയ്യാ இந்த ജീവൻ തന്തീരേ. ആരാധന ചെയ്യാ இந்த നെഞ്ചം തന്തീരേ. ആരാധന ചെയ്യാ இந்த വിടുതலை ഇനി നീ മാത്രം, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഈശോ. നിങ്ങൾ തന്നെ വിളിച്ചേ. ഇനി നീ ഹൃദയത്തിൽ നിന്ന് വിളിച്ചേ. ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ, ഇനി നീ മാത്രമീശോ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ആരാധന, ആരാധന, ശാര, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന. ഹൃദയം തുറന്ന് ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കട്ടെ. ആരാധന, ആരാധന, ഉലകം നീയേ, എൻ ഉസിരും നീയേ. ഉലകം നീയേ, എൻ ഉസിരും നീയേ. പാടാം. ഉലകം നീയേ, എൻ ഉസിരും നീയേ. ഉലകം നീയേ, എൻ ഉസിരും നീയേ. പാടാം. ഉലകം നീയേ, എൻ ഉസിരും നീയേ. ഉലകം നീയേ, എൻ ഉസിരും നീയേ. പാടാം. ഉലകം നീയേ, എൻ ഉസിരും നീയേ. ഉലകം നീയേ, എൻ ഉസിരും നീയേ. வாழ்விலை மகிமை நீயல்லோ, வாழ்விலை உயிரும் நீயல்லோ, வாழ்விலை அன்பும் நீயல்லோ, வாழ்விலை எல்லாம் நீயல்லோ. வாழ்விலை மகிமை நீயல்லோ, வாழ்விலை உயிரும் நீயல்லோ, வாழ்விலை அன்பும் நீயல்லோ, வாழ்விலை எல்லாம் നീയല്ലോ. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ, ആരാധിക്കാനാ ഈ നാവ് തന്നല്ലോ, ആരാധിക്കാനാ ഈ ശബ്ദം തന്നല്ലോ, ആരാധിക്കാനാ ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനായി ആരാധിക്കാനായി രാത്രി തന്നല്ലോ, ഈ രാത്രി തന്നല്ലോ. ഈ നാവ് തന്നല്ലോ, ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനായി ഈ പാട്ടും തന്നല്ലോ. ആരാധിക്കാനായി ഈ ശബ്ദം തന്നല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് പാടുകയെ. ആരാധിക്കാനായി ഈ രാത്രി തന്നല്ലോ,
എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്ന് സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധിക്കട്ടെ. ജീവനാം എൻ്റെ ഈശോയെ, ജീവിതം തന്ന ഈശോയെ, 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 ജീവനാം എൻ്റെ ഈശോയെ, ജീവിതം തന്ന ജീവനാം എൻ്റെ ഈശോയെ, ജീവിതം തന്ന ഈശോയെ, 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 ആരാധിക്കുന്നേ 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 ആരാധിക്കുന്നേ. ജീവനാം എൻ്റെ ഈശോയെ, ജീവിതം തന്ന ഈശോയെ, 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 ആരാധിക്കുന്നേ 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 ആരാധിക്കുന്നേ. കരമടിച്ച് പാടിക്കേ. ആരാധിക്കുന്നേ 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 ആരാധിക്കുന്നേ. ആരാധന ഉലകം നീയേ, ഉസിരും നീയേ, ഉലകം നീയേ, ഉസിരും നീയേ. പാടാം. ഉലകം നീയേ, ഉസിരും നീയേ, ഉലകം നീയേ, ഉസിരും നീയേ. ആരാധന ചെയ്യാം இந்த இதயம் தந்தீரே. பாடாம். ஆராதன செய்யாம் இந்த இதயம் தந்தீரே, ஆராதன செய்யாம் இந்த ஜீவன் தந்தீரே, ஆராதன செய்யாம் இந்த ஜீவன் தந்தீரே, ஆராதன செய்யாம் இந்த நெஞ்சம் தந்தீரே, ஆராதன செய்யாம் இந்த நெஞ்சம் தந்தீரே, ஆராதன செய்யாம் இந்த விடுதலை தந்தீரே, ஆராதன செய்யாம் இந்த விடுதலை தந்தீரே,
യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന